നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 മകരമാസം 28-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 11-ാം തീയതി ബുധനാഴ്ച. നാളെ ബുധനാഴ്ച സൂര്യോദയം 6:50, അസ്തമയം വൈകിട്ട് 6:28 തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം ബുധനാഴ്ച നിങ്ങൾക്കറിയാം, ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെയുള്ള സമയം. ഈ 1.5 മണിക്കൂർ സമയം നാം ശുഭകാര്യങ്ങളൊന്നും ചെയ്യാറില്ല. രാഹുകാലം ഗുളികകാലം എല്ലാം തന്നെ ജ്യോതിഷത്തിൽ നിഷിദ്ധമായ സമയങ്ങളാകുന്നു. നാളത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാകുന്നു. അനിഴം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ നല്ല നക്ഷത്രമാണ്. നാളത്തെ ദിനവും ബുധനാഴ്ച ശുഭദിനമാണ്. പക്ഷേ ഗർഭിണികൾ, നാൽക്കാലികൾ, സ്ത്രീകൾ ഇവർ സഞ്ചരിക്കാത്ത ദിനമാകുന്ന ബുധനാഴ്ച. നാളത്തെ തിഥി കാലത്ത് 10 മണി വരെ നവമി തിഥിയാകുന്നു. 10 മണി കഴിഞ്ഞാൽ പിന്നെ തിഥി കറുത്തപക്ഷത്തിലാണെങ്കിലും കുറച്ചുകൂടി ബലമുള്ള ദശമി തിഥിയാണ്. ഈ നവമി തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല. കാരണം തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു, അതുകൊണ്ടാണ്. ഏതായാലും നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 10:25 മുതൽ തൃക്കേട്ട നക്ഷത്രം വരികയാണ്. ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് തൃക്കേട്ട. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നാളെ കാലത്ത് 9:50 മുതൽ 10:25 വരെയുള്ള സമയം സ്വീകരിക്കാം. 9:50 to 10:25, 10:20 വരെ അരമണിക്കൂർ സമയമുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രത്യേകിച്ച് 10 മുതൽ 10:25 വരെയുള്ള സമയം കൂടുതൽ അഭികാമ്യമാണ്. ആ സമയത്ത് ദശമി തിഥി വരികയാണ്. അതിനാൽ മേൽപ്പറഞ്ഞ വിഷയങ്ങളിലൊക്കെ സജീവമാവുക. കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹനുമാൻ സ്വാമിക്ക് നല്ല വഴിപാടുകൾ ചെയ്യാം. ശ്രീരാമസ്വാമിക്ക് തുളസിമാല, പാൽപ്പായസം വഴിപാടേ ചെയ്യാം. വൈകിട്ട് ഏറ്റവും നല്ലത് തൃക്കേട്ടയാണ്, ബുധനാഴ്ചയാണ്. വൈകിട്ട് ഏറ്റവും നല്ലത് നമുക്ക് വളരെ അനുകൂലമായി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി നരസിംഹ ക്ഷേത്രത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പാനകം, തുളസിമാല, പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക. സുദർശന പുഷ്പാഞ്ജലിയും വളരെ നല്ലതാണ്. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തി എന്ന പ്രാർത്ഥന വളരെയധികം ഗുണകരമാവും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.